മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ തൊഴിലാളികളിൽ ശമ്പളം മുടങ്ങിയെന്ന് പ്രതിഷേധിച്ചാണ് ഇപ്പോൾ തൊഴിലാളികൾ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഏകദേശം 50ഓളം ആളുകളാണ് മെഗാ കൺസ്ട്രക്ഷന്റെ കമ്പനിക്ക് മുമ്പിൽ ഗേറ്റ് പൂട്ടി പ്രതിഷേധിക്കുകയായിരുന്നു. അപ്പോൾ ഗേറ്റ് അടക്കം പൂട്ടി ഇന്ന് എന്തായാലും ഒരു പണി നടക്കില്ല അത്തരത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഇവിടെയുള്ള ആളുകൾ ഇപ്പോൾ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ്. ഏകദേശം 6-7 മാസത്തെ ശമ്പളം ഇവർക്ക് നൽകിയില്ല എന്ന ആരോപണമാണ് ഇവർ പ്രധാനമായും ഉയർത്തുന്നത്. ചേട്ടാ, ഏകദേശം 6-7 മാസത്തെ ശമ്പളം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് കോൺട്രാക്ട് വർക്കിൽ വണ്ടി ഓടിക്കുന്നതാണ്. മാസത്തിൽ 43,000 ഇവർ സാലറി പറഞ്ഞിരിക്കുന്നത്. 7 മാസമായിട്ട് 1 രൂപ നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ 2021 മുതൽ ഇവിടെ വണ്ടി ഓടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഇവർ പറഞ്ഞ ഒരു 15 ദിവസം മുമ്പ് നമ്മൾ ഇതുപോലെ ഒരു സമരം ചെയ്തിട്ട് ചെറിയ ജീവമായിട്ടൊരു ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞത് 45 ദിവസത്തെ പെൻഡിങ് വെച്ചിട്ട് ബാക്കി നിങ്ങൾ ഫുൾ എമൗണ്ട് ക്ലിയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ സമയത്ത് ഇന്ന് ബുധനാഴ്ച ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇന്ന് ബുധനാഴ്ച കഴിഞ്ഞു, വെള്ളിയാഴ്ചയായി. ഇതുവരെക്കും ഇപ്പോൾ പറഞ്ഞ ആളുമില്ല, ജിഎമ്മില്ല, ഇവിടെ ഒരാളുമില്ല. ഇവർ പറഞ്ഞ് ഞങ്ങൾക്കറിയില്ല. ഇല്ല, അവർ പോയി ജിഎം ലീവ് എഴുതി കൊടുത്ത് പോയി. ഇപ്പോൾ ചോദിക്കാൻ ആളില്ല. ജിഎം നമുക്ക് വാക്ക് പറഞ്ഞു, അവരില്ല. ഇപ്പോൾ ഞങ്ങൾക്കിതറിയില്ല. അവർ ജിഎമ്മാണ് ഇതിൻ്റെ മറുപടി പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങളോട് വന്ന് 15 ദിവസം മുമ്പ് പറഞ്ഞ ആളുമില്ല ഇതിന് പറഞ്ഞത്. ഇപ്പോൾ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് വലിയ ദയനീയമായ അവസ്ഥ. അവർക്ക് എത്രയോ മാസങ്ങളായിട്ട് സാലറി ഇല്ല, ഭക്ഷണമില്ല. അവർക്ക് ഭക്ഷണം ഈ ക്യാമ്പൊന്നും കൊടുക്കില്ല. അവർ പ്രൈവറ്റ് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന ആൾക്കാരാണ്. സാധനം വാങ്ങിക്കാൻ പൈസ ഇല്ല. അവരാരോട് പറയുന്നത് ഞങ്ങളോട് വന്നിട്ട് പറയുന്നത്. ഞങ്ങൾ അവരെ കൂട്ടി നിങ്ങളിവിടെ നിൽക്കുക, നമുക്ക് ഇതൊരു പരിഹാരമാക്കാം. ഇപ്പോൾ എല്ലാവരും സമരസമിതി എല്ലാവരും ഒന്നിച്ച് കൂടി ഇതില്ല തീരുമാനം. ഒന്നിക്ക് ഇവരുടെ ഭാഗത്തുള്ള ഉറപ്പ് നമ്മൾ കിട്ടിയിട്ട് കാര്യമില്ല. ഇവർ ഇന്ന് പറഞ്ഞ പോയി ജില്ലാ കളക്ടറോട് എത്തിയിട്ട് അവർ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം നമ്മൾ വിട്ടുവീഴ്ച തരും. ഒന്നിക്ക് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ വന്നിട്ട് ഈ തൊഴിലാളികൾക്ക് ഞങ്ങൾക്കൊരു ഉറപ്പ് തരണം. അതിൽ സമരം അനിശ്ചിതകാല സമരം, ഈ ഗേറ്റ് അടച്ചുള്ള സമരം തന്നെയാണ് തീരുമാനം. പണി മുടക്കിക്കൊണ്ടാണ്. അല്ലാണ്ട് എന്ത് ചെയ്യാൻ? ഇപ്പോൾ എല്ലാവർക്കും ജീവിക്കണ്ടേ? ഇത് ഒരു ദിവസം പോലും കറണ്ട് ബില്ല് പെൻഡിങ് ആയ നാട്ടിലല്ലേ നമ്മളും ജീവിക്കുന്നത്. 7 മാസമായിട്ട് ഒരാൾക്ക് പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കും എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത്. വണ്ടിക്ക് ലോണുണ്ട്, ഇൻഷൂർ, ടാക്സ് എല്ലാം അടക്കണ്ടേ. ചേട്ടൻ എത്ര മാസത്തെ മുടങ്ങിയിട്ടുണ്ട്? എനിക്ക് 5 മാസം മുടങ്ങിയിട്ടുണ്ട്. 5 മാസം മുടങ്ങിയിട്ടുണ്ട്. പ്രതിഷേധമായി മുന്നോട്ട് പോകാൻ തന്നെ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ അനിശ്ചിതകാലമായിട്ട്. എൻ്റെ ഇപ്പോൾ വണ്ടി ഇവിടുന്ന് ഒഴിവാക്കി, എന്നിട്ട് വരെ ഇപ്പോൾ പൈസ കിട്ടാത്തൊരവസ്ഥ എന്നുള്ളത്. 2.5 മാസമായിട്ട് ഞാൻ ഇവിടെ വന്നുകൊണ്ട് പോയിക്കൊണ്ട് ഓരോ ഡേറ്റ് ഇവർ മാറി പറഞ്ഞുകൊണ്ടിട്ട് ഇപ്പോൾ നമുക്ക് ഈ 2.5 മാസമായിട്ട് ഓരോ ഡേറ്റ് പറഞ്ഞു ഇവരുടെ മുകളിലുള്ള വിശ്വാസം നമുക്ക് പോയ ഒരവസ്ഥയാണെന്നുള്ളത്. വണ്ടി ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് നമ്മുടെ പൈസ കിട്ടാത്തൊരവസ്ഥയാണെന്നുള്ളത്. അതുതന്നെയാണ്. ഏകദേശം 50ഓളം ആളുകളാണ് ഇപ്പോൾ ഈ ഒരു ഗേറ്റ് പൂട്ടി ഇത്തരത്തിൽ മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് മുമ്പിൽ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏകദേശം 6-7 മാസത്തെ പണിക്കൂലി ഇവർക്ക് കിട്ടാനുണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ, അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വളരെ പ്രയാസകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ വ്യക്തമാക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്.